നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ നിരവധിയായ പദ്ധതികൾ, കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ, അതിൽ ഏറ്റവും ഒടുവിൽ വകമാറ്റി ചിലവഴിച്ച് BJPയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് വകമാറ്റിയതിൻ്റെ സർവത്ര ഡീറ്റെയിൽസും കൃത്യമായി വെളിപ്പെട്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി കേസ് ഫയൽ ചെയ്തുകൊണ്ട് തന്നെ നിയമ പോരാട്ടം ആരംഭിച്ചിരിക്കുകയാണ്. കൗശൽ വികാസ് യോജന, അതുപോലെ നിരവധിയായ ക്ഷേമ പദ്ധതികൾ അട്ടിമറിക്കപ്പെടുകയാണെന്നും രാജ്യത്തിൻ്റെ പൊതുകടം ഇനിയും വർദ്ധിക്കും. ആ പൊതുകടം എങ്ങനെ വർദ്ധിക്കുന്നു എന്ന് നോക്കിയാൽ BJPയുടെ ആസ്തിയുടെ പെരുപ്പം എത്രത്തോളം വലുതാണ് എന്ന് നോക്കിയാൽ മതി. BJPയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലെ ആ ഫണ്ട് കൃത്യമായി അന്വേഷിച്ചാൽ അതിൻ്റെ സോഴ്സ്, അത് ഏതൊക്കെ രീതിയിലാണ് അവിടേക്ക് ഒഴുകിയത്, ആ ഫണ്ട് മുഴുവൻ ഈ രാജ്യത്തിന് വേണ്ടി തിരിച്ചടക്കേണ്ടി വരും. അത് വിദൂരമല്ല എന്നുള്ളത് കൂടി രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുകയാണ്. നോക്കൂ, ഇന്ത്യൻ ജനതയ്ക്ക് 2 ലക്ഷം കോടി രൂപയുടെ പൊതുകടം ഉണ്ടാക്കിയെടുത്തത് ആരാണ്? സാക്ഷാൽ നരേന്ദ്രമോദി തന്നെയാണ്. നോട്ട് നിരോധനമെന്നും വലിയ തോതിൽ കള്ളപ്പണം ഒഴുകുന്നുവെന്നും പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ കള്ളപ്പണം ഒഴുക്കിയതാരാണ്? സെബി ചെയർപേഴ്സണായിരുന്ന മാധവി പുരിബുച്ച് ഈ രാജ്യത്ത് നടത്തിയ തീവട്ടിക്കൊള്ള എത്രത്തോളം ഭയാനകരമാണ് എന്നുള്ളതിൻ്റെ തെളിവ് ഇതിനോടകം തന്നെ കൃത്യമായി റിസർവ് ബാങ്ക് ഗവർണർ ഘട്ടം ഘട്ടമായി അദ്ദേഹം തെളിവുകൾ നിരത്തിയതാണ്. അദ്ദേഹത്തിൻ്റെ ജീവൻ വരെ അപകടത്തിലാകുന്ന രീതിയിലേക്കാണ്. കാരണം റിസർവ് ബാങ്ക് ഗവർണർ ഒരു കാര്യം വ്യക്തമാക്കുമ്പോൾ അത് ഈ രാജ്യത്തെ ധനകാര്യമന്ത്രിയെ വിരൽ ചൂണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അത് BJP നേതാക്കൾക്ക് വലിയ രീതിയിൽ കൊള്ളും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. യാതൊരു വിധത്തിലുള്ള അർത്ഥശങ്കയ്ക്കും ഇടവരുത്താത്ത രീതിയിലാണ് റിസർവ് ബാങ്ക് ഗവർണർ നിർമ്മല സീതാരാമൻ നടത്തുന്ന കാട്ടുകൊള്ള കൃത്യമായി വെളിച്ചത്തിലേക്ക് എത്തിച്ചത്, ജനസമക്ഷം അത് തുറന്നു പറയാൻ തയ്യാറായത്. എന്നിട്ടും ഒരു കേസ് എടുക്കുന്നില്ല. സുപ്രീം കോടതിക്ക് ചില വിഷയങ്ങളിൽ സ്വമേധയാ വരെ കേസെടുക്കാൻ കഴിയും എന്നുള്ളതുണ്ട്. ഈ രാജ്യത്തെ ഇലക്ട്രൽ ബോണ്ട് എന്ന സംവിധാനം തന്നെ വേണ്ട, അത് റദ്ദാക്കപ്പെടണം, അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് വളരെ വ്യക്തമായി നിഷ്പക്ഷതയോടെ പറഞ്ഞ സുപ്രീം കോടതി ഇപ്പോൾ ഈ വിഷയത്തിൽ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന ചോദ്യം സത്യത്തിൽ എല്ലാവരെയും ഞെട്ടിക്കുകയാണ്. കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ കറപ്ഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇലക്ട്രൽ ബോണ്ട് വഴിയുള്ള ധനസമാഹരണം അത് നിർത്തലാക്കിയതിൻ്റെ തൊട്ട് പിറ്റേന്ന് തന്നെ BJP അവരുടെ ഇലക്ഷന് വേണ്ടിയുള്ള ആസ്തി, തെരഞ്ഞെടുപ്പ് ആസ്തി ഫണ്ട് വികസിപ്പിച്ചെടുക്കാൻ മറ്റ് പോംവഴികളാണ് ഉപയോഗിച്ചത്. കൃത്യമായി ക്രിപ്റ്റോ കറൻസി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം, അന്വേഷണ വിധേയമായി ചോദ്യം ചെയ്യണം. പ്രധാനമന്ത്രി അടക്കം മന്ത്രിസഭയിലുള്ള എല്ലാവരെയും ചോദ്യം ചെയ്യണമെന്നാണ് പ്രതിപക്ഷ നേതാവ് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. പാർലമെന്റിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യം താൻ നിരവധി തവണ ഉന്നയിച്ചതാണ്. അതിനെയൊക്കെ നിരാകരിക്കുകയാണ് ഉണ്ടായത്. കാരണം സ്പീക്കർ ഓം ബിർളയ്ക്ക് അറിയാം യാഥാർത്ഥ്യം എന്താണെന്നുള്ളത്. BJPയുടെ മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി തന്നെയാണ് വിദേശ ശക്തികളുടെ ഇടപെടലും വിദേശത്തു നിന്നുള്ള കള്ളപ്പണം കൃത്യമായി ഡീൽ നടത്തുന്നതിൻ്റെയും കൃത്യമായ വിവരങ്ങൾ അത് വളരെയധികം അഹങ്കാരത്തോടെ തുറന്നു പറഞ്ഞത്.